ഗൈസ്, ഇതാണ് നമ്മുടെ ആൾക്കാർ. നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. KGF, come on. This is KGF, guys. റോക്കി ബായുടെ സ്വന്തം കർണാടക നാട്ടിൽ KGF. എല്ലാരും കണ്ടോളൂ. ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. യെസ്, അതെ അതെ. ഖനനം നടന്ന സ്ഥലമാണ് ഗൈസ്. ഖനനമൊക്കെ നടന്ന ഇവിടെ വെച്ചാണ് ഗൈസ്. അതെ, അവിടെയാണ് റോക്കി ബായ് ഒളിച്ചിരുന്നത്. ഗൈസ്, നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാണ് നമുക്ക് തന്നെ അറിയില്ല. ബിക്കോസ് നമ്മൾ ചുമ്മാ നടക്കുവാണ്. അപ്പൊ നമ്മള് എക്സാമിന്റെ സ്ട്രെസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാണ് ഗൈസ്. ഇവിടെ വീട് കാണുന്നുണ്ട് ഗൈസ്. വീടാന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. സ്റ്റേ ട്യൂൺഡ്. ഗൈസ്, നമ്മൾ ഇതിലെ ഇറങ്ങി പോണം ഗൈസ്. പൊന്നപ്പൻ, ഇത് റോസ്മേരി. ഹായ് കൊടുക്കൂ ഗൈസ്. ഇത് അമ്മു, ശംഭു, ഇത് ട്രീസാപ്പി, ഇത് നമ്മുടെ ചിഞ്ചു. നമ്മളെല്ലാരും കൂടി പോവാണ്. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. പ്രശ്നമുണ്ട് ഗൈസ്. നമ്മൾ കാട്ടിലും മേട്ടിലും നടന്ന് എല്ലാവരുടെയും മേത്ത് കണ്ടവനെ കൊത്തിയുണ്ട് ഗൈസ്. എന്താണ് ഗൈസ്? ഇതാണ് നമ്മുടെ പണി കഴിയാത്ത കോളേജ്. ഇത് സുനിന്റെ ഭാര്യ ജൂലിയറ്റ്. സുനി നമ്മുടെ ഹോസ്റ്റലിലെ പട്ടിയാണ് ഗൈസ്. അപ്പൊ പട്ടിയുടെ വൈഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് പിന്നെ പട്ടിക്ക് കുറെ വൈഫുണ്ട്. എന്താ പേര്? അവൻ എല്ലാ പെണ്ണുങ്ങളും ചീറ്റ് ചെയ്യാം. ആ വഴി പോയാലോ? പിന്നെ നമ്മൾ ഇനി ഉൾക്കാട്ടിലോട്ടാണ് ഗൈസ് കേറുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. പക്ഷെ ഉൾക്കാടൊന്നുമല്ല, മൊത്തം കാടാണ് ഗൈസ്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്ത്. ഹായ് ഗൈസ്, അപ്പൊ ഇപ്പൊ കിട്ടിയൊരു വാർത്ത. ഒരു അമ്മച്ചി നമുക്ക് വന്നാണ്. നീ വേഗം കാണിക്കേ. ആ അമ്മച്ചി നടന്നു പോകുന്നുണ്ട്. അതില് കാണുന്നില്ല നിങ്ങൾ? അമ്മച്ചി നമ്മളോട് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ട്, ഇവിടെ ചിരിതയുണ്ട്, അതായത് പുള്ളിപ്പുലി ഉണ്ട്. സോ നമ്മളോട് ഈ ഏരിയയിലേക്കൊന്നും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു കുറച്ചൊക്കെ നമുക്ക് പോയി നോക്കാം. പുള്ളിപ്പുലി അല്ലേ? ഇറ്റ്സ് ഓക്കെ. കേട്ട് ബേജാറായിരിക്കാണ് ഗൈസ്. കണ്ടില്ലേ? ബട്ട് നമ്മൾ പോയിരിക്കും അല്ല ഗൈസ്. ഇപ്പൊ നമുക്ക് വിശപ്പിനാകെ നമ്മുടെ കയ്യില് ഒരു സാധനങ്ങളും ഇല്ല. ആകെയുള്ളത് ഈ കുട്ടിയുടെ ബെസ്റ്റ് കൊടുത്ത 4 മഞ്ചുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോവാം. അവര് ചോദിക്കാൻ ഗൈസ്, നമ്മൾ മഞ്ചൊക്കെ തിന്നു കഴിഞ്ഞു. നമ്മുടെ ടീം മൊത്തം മുന്നിൽ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, പുലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയൊരു പേടി. അത്രേ ഉള്ളൂ, ഒരു ഭയം. അപ്പോൾ ഇവിടെ ആടുകളെ മേയ്ക്കും ചേട്ടന്മാരുണ്ട്. കാണിച്ചു തരാതെ വെയിറ്റ്. കണ്ടില്ല ഗൈസ്, ആടുകളെ മേയ്ക്കുന്ന ആട്ടിടയന്മാർ, ദൈവത്തിൻ്റെ സ്വന്തം ആട്ടിടയന്മാർ. അതെ, നമ്മുടെ ടീം അത് കണ്ടിങ്ങനെ പുളകിരതായി നിൽക്കുകയാണ്. ഇവിടെയൊക്കെ കാടാണ് ഗൈസ്. കണ്ടില്ലേ? വമ്പൻ കാടാണ്. പക്ഷേ ആൾതാമസമൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ഗൈസ്, ഒരു നെഗറ്റീവ് ഫീൽ. ഹായ് ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു അച്ഛനും മോനും ഇത് ചെയ്യുന്നുണ്ട്. മറ്റേ എന്താ, ആടിന് തീറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പോയി നോക്കാം. അവർ നമ്മുടെ വീഡിയോയിൽ വരുമോ നമുക്ക് നോക്കാം. എൻ്റെ ആട് ചേട്ടന്മാരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഈ പോയി നടന്നോളാൻ പറഞ്ഞു. നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് മടുത്തിട്ട് വന്നു പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കിണർ കുറച്ച് ഇവിടെയാണ് ഗൈസ്. നമുക്ക് പോയി നോക്കാം. പാമ്പ് ഉണ്ടെന്ന് അറിയത്തില്ല. ഫുള്ള് ഉണക്കമായിരിക്കും. ഇത് എന്റെ മോനെ പൊളി നോക്ക് ഗൈസ്. മുള്ളു
ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഇത് എന്നാ സംഭവം എന്നൊന്നും അറിയില്ല. മഴ കണ്ടോ ഗൈസ്, ഇത്രയും വലിയൊരു കാടിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ, ഇങ്ങനെ അവർ കെട്ടിയെടുത്തേക്കും. ഇത് എന്നാ സംഭവം എന്ന് നമുക്കറിയത്തില്ല. പണ്ടത്തെ ജലനിധി ആയിരിക്കും ചിലപ്പോൾ, കാരണം പൈപ്പൊക്കെ ഉണ്ട്. കൊള്ളാം കൊള്ളാം, നൈസായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തടിപൊളിയായിരിക്കും. ഹായ്, അയ്യോ അപ്പം നമുക്ക് മയിൽപ്പീലി കിട്ടിയിട്ടുണ്ട്. കണ്ടോ കണ്ടോ ഗൈസ്, ഈ ശബ്ദം എന്താണെന്നറിയോ ഗൈസ്, നമ്മുടെ മറ്റേ കിളികളൊക്കെ വരാതിരിക്കാൻ പാടത്ത് വെച്ചേക്കുന്ന എന്തോ സാധനം. അങ്ങ് ദൂരെ നമ്മൾ കണ്ട ആ വീട് പോലത്തെ സ്ഥലത്തിലേക്ക് ഇത് നമ്മൾ എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വീടൊന്നും അല്ല ഗൈസ്, ഈ പറമ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, അങ്ങനെ എന്തോ ആണ്. നോക്കാം, ഫാക്ടറി ആണെന്ന് തോന്നുന്നു. നോക്കാം, ഇവിടെ ആ സാധനം വെച്ചിട്ടുണ്ട്. എൻ്റെ പുറകെ പോവാണ് ഗൈസ്. ഈ അപ്പച്ചൻ നമ്മളെ എന്തോ ഫാക്ടറി കാണിക്കാമെന്ന് പറഞ്ഞു. പോവാം, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട വീട്. അപ്പം നമുക്ക് അപ്പച്ചനോട് പറയുന്നുണ്ട്. അയ്യോ പൈക്കിപ്പോയി. ഇതാണ് ഉല എന്നാ പറയണം. ഉല എന്ന് വെച്ചാൽ എന്താന്ന് നമുക്കറിയില്ല, നോക്കാം. ഈ പുഴുവോ, പുഴുവിനെ ആക്കുന്ന സ്ഥലമാണ്. ഈ അപ്പച്ചനാണ് ഇതിൻ്റെ ഓണർ. നമ്മളിപ്പോൾ എല്ലാവിടം പോയി കണ്ടു ഗൈസ്. ഈ പ്രദേശം ഫുൾ നമ്മൾ കവർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കോളേജിൻ്റെ സൈഡ് ഭാഗമാണ്. ഇവിടെ ക്യാൻറ്റീനുണ്ട്, ആ റെഡ് പോലെ കാണുന്ന ക്യാൻറ്റീനാണ്. നമ്മുടെ അപ്പുറ സൈഡാണ് നമ്മുടെ ക്ലാസ്. നമുക്ക് ഫ്രണ്ട് വശം ഞാൻ കാണിച്ചു തരാം. നമ്മൾ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്, നമ്മൾ കാണിച്ചു തരാം. കോളേജ് ഇതാണ്, പണി നടക്കുവാണ്. ആർക്കെ നമ്മൾ തിരിച്ചെത്താണ്. നമ്മുടെ പിള്ളേരുടെ പ്രൈമറി സ്കൂൾ, LKG UKG. ഇവർ നമ്മുടെ ഫ്രണ്ട്സ് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിന് ഒരു RK എന്നാണ്. അപ്പോൾ RK ഡേ എന്ന് പറയും. ഫുൾ RK പ്രൈമറി മുതൽ നഴ്സിംഗ്, ഫാർമസി എല്ലാം ഉണ്ട്. അപ്പോൾ RK ഡേ ആണ് ശനിയാഴ്ച. അതിന് വേണ്ടി സ്റ്റേജൊക്കെ കിട്ടിയിരിക്കുന്നത്. ഓക്കേ.